ഐ എം വിർജിൻ, സ്റ്റിൽ വിർജിൻ. ജഡ്ജിമാര് കൈ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ നോക്കിയിട്ട് Test the road with appeal all the years to the very end will the days end of the whole long day from more to night mission but is therefore night a resting place. എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ കണ്ണ് കാന്തം പോലെയാണ്, എല്ലാം ഒപ്പിയെടുക്കും, എടുത്തിട്ട് കീച്ചങ്ങോട്ട് വീണുടനെ അവര് പൊക്കി, പക്ഷെ ഒന്ന് മുങ്ങിയാറും. അതിൽ എമ്പുരാന്റെ ഒരു പോസ്റ്ററിൽ അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നത് ബേസിലായിട്ടാണ് ഇങ്ങനെ എല്ലാരും പറയുന്നത്. നൃത്തം ഇല്ലായിരുന്നു. ആയുർരേഖ മോശമാണ്. ഇപ്പൊ ധ്യാൻ അത് കണ്ടിട്ട് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ തിരിച്ചു നിർത്തിയാ പോലെ എന്റെ ബാക്ക് സൈഡ് കാണിക്കുന്നത്, നേരെ മുഖം കാണിച്ചാ പോര്. അവരൊന്നും പേടിയൊന്നുമില്ല, കറക്റ്റായിട്ട് കട്ട് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു അടുത്ത 1 more നോട്ടുണ്ടെങ്കിൽ അയ്യോ പ്രാവടെ നോക്കണ്ട, ഞാൻ കറക്റ്റായിട്ട് വന്നു അല്ലേ, ആ ഷോട്ടിൽ കറക്റ്റായിട്ട് വന്നു നിന്ന് പറവിൽ അഭിനയിച്ച പ്രാവാൻ തോന്നണം. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വളരെ വ്യത്യസ്തമായിട്ട് ഒരു ത്രില്ലർ സബ്ജക്റ്റ് സിനിമയിലൂടെ നമ്മുടെ മുന്നിൽ എത്തിച്ച പ്രാവിൻകൂട് ഷാപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേർന്നത് ബേസിൽ ജോസഫ്, ചാന്ദിനി, സൗബിൻ സാഹിർ, ശിവജിൻ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. ചേട്ടാന്ന് വിളിക്കണോ, എങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും എല്ലാവരും പേരിൽ അങ്ങോട്ട് സ്റ്റാർട്ട് മതിയല്ല. പറഞ്ഞ പോലെ തന്നെ ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ തന്നെ അപ്പൊ സ്റ്റാർട്ട് ആദ്യം ബേസിലിടാം. ബേസിൽ ബ്രോ. ഓക്കെ, ബേസിൽ. ഓക്കെ, ഒരു മുഴുനീളെ ഒരു പോലീസ് ക്യാരക്ടർ, എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നമ്മൾ ആ കഥ കേട്ടപ്പോൾ ആദ്യം തന്നെ ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ഉറപ്പ് കിട്ടിയായിരുന്നു ഫസ്റ്റ് ആ കഥ വായിച്ചപ്പോൾ തന്നെ? ആ ഉറപ്പിനേക്കാളും ഇത് ചെയ്തിട്ടില്ല, അപ്പൊ ഇത് ചെയ്യണം, അതായിരുന്നു കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ഇപ്പൊ ചെയ്തിട്ടുള്ള റോള് പോലത്തെ റോളാണെങ്കിൽ അത്ര എക്സൈറ്റ്മെന്റ് തോന്നുന്നില്ല. ഇത് എങ്ങനെയായിരിക്കും ഒരു പോലീസുകാരൻ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്ന പോലീസുകാരൻ, അയാളപ്പോ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു അപ്രോച്ച്? അതായിരുന്നു എനിക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ പോലീസ് ഓഫീസർ റോള് ചെയ്തിട്ടില്ല. ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വാഴ എന്ന് പറയുന്ന സിനിമയിലൊരു ചെറിയ 2 സീനുള്ള റോള് ചെയ്തിട്ടുള്ളത്. അതാണെങ്കിലും യൂണിഫോം എന്നിട്ടുള്ള പോലീസല്ല, പോലീസ് പോലെയാണ്, പിള്ളേരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പോലീസ്. അപ്പോൾ അത് കാരണം ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഒരു പോലീസായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിലും എന്നാ ഒരു ടിപ്പിക്കൽ പോലീസ് അല്ല, അതിന് പല പല മാനറിസങ്ങളും വേറെ തരത്തിലുള്ള ബിഹേവിയേഴ്സും ഒരു ബാക്ക് സ്റ്റോറിയും ട്രോമയൊക്കെ ഉള്ള ഒരു പോലീസുകാരനൊക്കെയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു പോലീസുകാരനും ഒരിത്തിരി വിയേർഡോ ആണ്, അങ്ങനെയൊക്കെ ആയിട്ട് രസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇത് എങ്ങനെ ചെയ്ത് ആ ചലഞ്ച് തന്നെയായിരുന്നു ഇതിൻ്റെ അകത്തുള്ള എക്സൈറ്റ്മെന്റ് ഏറ്റവും വലുത്. അതെ, അതുപോലെ തന്നെ ചാന്ദിനി ആണെങ്കിലും ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചെയ്യുന്ന വർക്കുകൾ 2019 ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പണിയിലേക്ക് വന്നേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ പ്രാവിൻകൂട് ഷാപ്പ്, ശരിക്കും ഒരു ഗ്യാപ്പ്, നല്ല നല്ല സബ്ജക്റ്റുകൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണോ? ഗ്യാപ്പ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അമേരിക്കയിൽ പോയിരുന്നു. എൻ്റെ ഫാമിലി അവിടെയാണ്, നമ്മൾ അവിടെ സെറ്റിൽ ആയിട്ടുള്ളത്. എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രാവിൻകൂട് ഷാപ്പിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഓക്കെ, എനിക്ക് നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോ അവിടുത്തെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു, അപ്പൊ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ നല്ല നല്ല സിനിമകൾ ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുമല്ലോ. ഏതായാലും അതുപോലെ തന്നെ നമ്മൾ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഒന്ന് ഗെറ്റപ്പ് വേറെ, നമുക്ക് കാണുമ്പോൾ തന്നെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പാണ്. അതിനേക്കാട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്യാരക്ടറിൻ്റെ മാനറിസങ്ങൾ. ഒരു കാലിന് ചെറിയൊരു വയ്യാത്തൊരാളുടെ പോലെയാണ്. അപ്പോൾ ശരിക്കും ആ ഫസ്റ്റ് ആ സ്ട്രെയിൻ എങ്ങനെയുണ്ടായിരുന്നു ആ ഷൂട്ട് കംപ്ലീറ്റ്? നേരത്തെ ഒരു താല്പര്യമുള്ള ഒരു കാരണം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പണ്ട് മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ആ കാലിന് വയ്യാത്ത ടൈപ്പ് പണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നടന്ന് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഡാദടി എന്ന മൂവിയിൽ ഒരു സോങ് കണ്ടിൻ്റെ ഇടയിൽ ഒറ്റൊരു ഷോട്ടിലുണ്ട് ബാസി ബൈക്കിൽ കയറാൻ വേണ്ടി കൂടെ നടന്നിട്ട് ഇങ്ങനെ ഇതേപോലെ കാലിന് വയ്യാണ്ട് നടന്നിട്ട് ഓടി ചാടി കയറുന്ന അത് ചിരി വന്നിട്ടുള്ളൊരു സോങ്, അത് ആ ഇതിലും ചിരി വന്നിട്ടുണ്ട്. പിന്നെ താല്പര്യമായിരുന്നു കഥ കേൾക്കുമ്പോൾ തന്നെ. നേരത്തെ ശ്രീരാജ് പറഞ്ഞായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഇങ്ങനത്തെ എയർ ഇങ്ങനെ ആയിരിക്കും, കാൽമയ എത്ര ആളായിരിക്കും, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരിക്കും. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പിന്നെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. കാരണം ക്യാരക്ടർ വലുതാവും തോറും അതിൻ്റെ ഓട്ടവും അതിൻ്റെ കുറച്ച് ഇതൊക്കെ മാറുമല്ലോ, സീക്വൻസിൻ്റെ ഡെപ്ത് കൂടാൻ നേരത്തെ അത് കുറച്ച് ഹെവി ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്കത് ചെയ്യാൻ താല്പര്യമായിരുന്നു. കാരണം ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിനെന്ത് പെയിൻ ആണെങ്കിലും നമുക്ക് അതിനെ തരം ചെയ്ത് പോകാൻ പറ്റുമല്ലോ, ഔട്ട്പുട്ടിന് വേണ്ടി നമുക്ക്. അതെ, തിരിച്ച് ആ വയലിൽ കൂടെ ഒക്കെ ഓടുന്ന സീനിലൊക്കെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഒരാളെങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്.
അങ്ങനത്തെ കുറെ സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടും വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോൾ വീണിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴോ അത് അങ്ങനത്തെ പാടം, അങ്ങനത്തെ ഒരു പുല്ലും കുഴിയും അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ, നമ്മൾ തന്നെ പിടിച്ചു പോകണമല്ലോ. മറ്റേ പയ്യനെ ഓടിച്ചിട്ട് ചവിടുന്ന സമയത്തൊക്കെ അത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. അതിൽ നമുക്ക് മര്യാദക്ക് തന്നെ ഓടാൻ പറ്റില്ല. ഇതും കൂടി വെച്ച് ഓടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറ്റി നമ്മൾ സാധാരണ വള്ളിച്ചെരുപ്പാണല്ലോ ഇടുന്നത്. അപ്പൊ ഇങ്ങനെ കാലിങ്ങനെ കുത്തിപ്പിടിക്കും, അതൊക്കെ എന്ത് വന്നാലും പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കൊണ്ടും കൊടുത്തും വളർന്നവനാന്ന് പറഞ്ഞല്ലേ ഈ ക്യാരക്ടറിന് അത്രയധികം ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശിവജു ബ്രോ എന്തായാലും അടിപൊളി. ഞാൻ കൽക്കി തൊട്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇതിനെക്കാട്ടി ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നു വിചാരിച്ചു. പക്ഷെ അദ്ദേഹം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വന്നത്. പക്ഷെ ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെ ഒരു ഒറ്റയാന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എന്നെ ഞെട്ടിച്ച കാര്യം ഭരതനാട്യം ചെയ്യും അല്ലേ? ഭരതനാട്യം മാത്രല്ല മോഹിനിയാട്ടം. അപ്പൊ ഇത് കഥകളി ഇതെല്ലാം സത്യമാണ്. നമ്മൾ പറയാത്തതുണ്ടല്ലോ, ബാക്കി എന്തൊക്കെയായിരുന്നു പറയാത്തായിട്ട്? കഥകളി, കുച്ചിപ്പുടി, പിന്നെ നമ്മൾ ആ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ടൈം ഉണ്ടല്ലോ, 13-14 വയസ്സുള്ള ആ സമയത്ത് ആണ് ഞാനിത് പങ്കെടുത്തത്. ആ സമയത്ത് 98 ആണ് കലാപ്രതിഭ. അപ്പൊ ഞാൻ 9th പഠിക്കുന്നത്. അപ്പോ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിൽ ഒരു 10-14 ഐറ്റംസിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വലായിട്ട്. 14 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഭയങ്കര മാസ്റ്റർ ആവണമെന്നില്ല. കുറെ ഇപ്പൊ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടകം, കഥകളി, ചാക്യാർകൂത്ത്, പിന്നെ ഓട്ടം തുള്ളൽ, അങ്ങനെയുള്ള ഈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റുള്ള ഇത് പഠിച്ചതുകൊണ്ട് വേറെ എന്തെങ്കിലും പഠിക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പൊ അതിൽ ഭയങ്കരമായിട്ട് മാസ്റ്റർ ചെയ്തിട്ട് അതിന്റെ ബേസ് തൊട്ടായിരിക്കില്ല പഠിക്കാം. വേണ്ടിയിട്ട് പഠിക്കുന്ന ഐറ്റംസ് ഉണ്ടോ? കന്നഡ പദ്യം ചൊല്ലി വരും. കന്നഡ പദ്യം ചൊല്ലി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പദ്യം എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? ഒന്നും അറിയില്ല. മലയാളം പാടാൻ അറിയാത്തതുകൊണ്ട് കവിതയൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. തമിഴില്ലായിരുന്നു. തമിഴില്ല. പിന്നെ കഥാപ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മള് സാധാരണ ആ സമയത്ത് ഒരു വേഷത്തിലായിരിക്കും നമ്മൾ വരിക. പക്ഷെ ഞാൻ അന്ന് അറ്റ് എ ടൈം നമ്മള് സ്റ്റേജിലോട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ 2 വേഷം ഒരുമിച്ച് കാണിച്ചിട്ട് അതൊരു ആദ്യമായിട്ട് ആയിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ ആദ്യമായിട്ട് സംഭവിച്ചത്. മോണോക്ട് തന്നെ 2 വേഷം. നോർമലി നമ്മള് സ്റ്റേജിൽ ഒരു വേഷത്തിൽ തിരിച്ചു പോകുന്നു. അന്ന് ഞാൻ ചെയ്ത 2 വേഷം. ഒന്ന് യേശുക്രിസ്തുവായിട്ട് ഈ കുരിശിലേന്തിയ യേശുക്രിസ്തുവും വെടി ഏറ്റ ഗാന്ധിജി. രണ്ടും ഒരുപാട് നമ്മുടെ നാടിന് വേണ്ടി ഇത് ചെയ്തിട്ട് സാക്രിഫൈസ് ചെയ്ത 2 പേര്. ആ 2 ഒരേ സ്റ്റേജിൽ അതെങ്ങനെയാ യേശുക്രിസ്തു ഗാന്ധിജിയിലേക്ക്? ആദ്യം ഞാൻ യേശുക്രിസ്തു മറ്റേ വലിയ കുരിശൊക്കെ വരും. അപ്പൊ നമ്മള് കറക്റ്റ് ആ ഒരു വേഷത്തിലേക്ക് വന്ന് ഫ്രണ്ടില് വന്ന് നമ്മള് വീഴും. എഴുന്നേക്കുമ്പോഴേക്കും ഗാന്ധിജിയാവും. കാരണം ഓൾറെഡി നമ്മൾ അതിന്റെ കുറച്ച് കുരിശുമാർ വടിയാവും. അവിടെ നിന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പല കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പൊളി. അങ്ങനെ ഒക്കെ ആ സമയത്ത് ആ ഒരു പ്രായത്തില് ഇതെല്ലാം എന്റെ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കില്ല അന്ന് ചെയ്തിട്ടുണ്ടാവും. ഫോഴ്സ്ഫുള്ളി നമ്മുടെ എല്ലാവരും ഗുരുക്കന്മാരൊക്കെ ചെയ്തതാണ്. കാരണം ആ ഒരു പ്രായത്തിലൊന്നും നമുക്ക് ഇതിലൂടെ ഇത്രയും ഇതുണ്ടാവില്ല. അതെ. അപ്പം അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് അന്നേ തുടങ്ങിയതാണ്. അവസാനം ഈ കലോത്സവത്തിൽ പോയ ഒരൈറ്റത്തിന് വെറുതെ ഒരു എ ഗ്രേഡ് കിട്ടാൻ തന്നെ ഇവിടുന്ന പാട് നമുക്ക് അറിയാം. അത്രയും കോമ്പറ്റീഷൻ ആണ് അവിടെ. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്. സ്റ്റേറ്റിലെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സ്കൂളിൽ ജയിക്കുക എന്ന് പറയുന്നത് തന്നെ അച്ചീവ്മെന്റ് ആണ്. അവിടെ നിന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിൽ പോയി സ്റ്റേറ്റിലെത്തുക. അതില് 8 ഐറ്റത്തില് ഫസ്റ്റും കിട്ടി. കലാപ്രതിഭയാവെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. 5 കുഴപ്പമില്ല. എന്തായാലും മതി. 5 അതിലേക്ക് എത്താൻ എന്തോരം ആൾക്കാർ കഷ്ടപ്പെട്ടു. ഇതേപോലെ ചെറുപ്പത്തിൽ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ കലാപ്രതിഭയായിട്ടില്ല. എനിക്ക് അത്രയും സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. മിമിക്രി ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? മിമിക്രി ഇല്ല. മിമിക്രി മാത്രം ട്രൈ ചെയ്തില്ല. മോണായിട്ടുണ്ടായിരുന്നു, അക്ഷരശ്ലോകം ഉണ്ടായിരുന്നു, നൃത്തം ഇല്ലായിരുന്നു. ലളിതഗാനം, പ്രസംഗം, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി പദ്യപാരായണം ഹിന്ദി ഇല്ലായിരുന്നു.
മലയാളം പദ്യപാരായണം, പിന്നെ പൂരക്കളി. പൂരക്കളി നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ നാട്ടിലെ ഫേമസ് അല്ലേ പൂരക്കളി എന്ന് പറഞ്ഞ ഒരു റിച്വൽ പരിചയമുട്ട് കളിയില്ലേ, അതിന്റെ തന്നെ വേറൊരു വേർഷനാണ്. അതേ കോസ്റ്റ്യൂം ഒക്കെയാ. പരിചയം മുട്ടും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ഐ മീൻ വാളൊന്നും ഉണ്ടാവില്ല, പകരം ഇങ്ങനെ ഒരു ആരാധന ആർട്ട് ഫോമാണ്. അതെ അതെ. ഈ പണ്ട് പഠിച്ച എന്തെങ്കിലും ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സൗഫിക? ഞാൻ മോണാക്ട് ഒക്കെ ചെയ്തത് പണ്ട്. മോണാക്ട് മിമിക്രി ചെയ്തല്ലോ, മോണാക്ട്, ഫാൻസി ഡ്രസ്സ്, അത് രണ്ടും നമുക്ക് സ്ഥിരമായിട്ട്. പിന്നെ VHSC ആയിരുന്നു മറ്റേ പ്രീ ടൈമിൽ പഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം കുട്ടികളൊന്നും ഉണ്ടായില്ല. VHSC സ്റ്റാർട്ടിങ് ടൈമായിരുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ മോണാക്ടിനും ഫാൻസി ഡ്രസ്സിനൊക്കെ കിട്ടിയിരുന്നു. കോലുകളിക്ക് കിട്ടിയിരുന്നു. നാടകം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം കവറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സകലകലാവല്ലോകന്മാരാണ്. അമേരിക്കയിൽ കലോത്സവം ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രം നമുക്ക് മിസ്സായി പോയി. ചെയ്യുന്നുണ്ട് അവിടെ, ഒരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ. എല്ലാം ഉള്ളൂ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ലല്ലോ, ചാന്ദിനിയും ഡാൻസർ അല്ലേ? ഞാൻ ട്രെയിൻ ഡാൻസർ ആൻഡ് സിംഗർ ആൻഡ് കളറിയും പഠിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ കളറിന്റെ ഈസ് മാസ്റ്റേർഡ് ഇറ്റ്. അച്ഛൻ നാട്ടിൽ നിന്ന്. സോ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ഹസ്തരേഖയൊക്കെ അറിയോ? ഹസ്തരേഖ മറ്റേ മുദ്ര, ഹസ്തമുദ്ര, ഹസ്തമുദ്ര എന്താ പറയാ? മുദ്രയല്ലേ? ഈ കൈനോട്ടോ മറ്റേ ഹസ്തമുദ്ര. അതൊരു കോമ്പറ്റീഷൻ അല്ല, ഞാനിത് പഠിക്കാത്തതുകൊണ്ട് ജഡ്ജിമാര് കൈകളെ കാണിക്കും, നോക്കിട്ട് രേഖ മോശമാണ്, അതിനനുസരിച്ച് ജഡ്ജിമാര് കറക്റ്റ്. കൈ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ആരെയൊക്കെ കൈ നോക്കി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ സൗവിക? ഇല്ല. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് കറക്റ്റ് നടന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞിതാക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. കാരണം ആദ്യം വലിയ പരിപാടിയിലോട്ടൊന്നും എത്തൂല, പഠിപ്പ് മറ്റേ തല്ലുകള് മോശമായിട്ട് പറഞ്ഞൊക്കെ നന്നായിരുന്നു. പഠിക്കാൻ എങ്ങനെയായിരുന്നു? അധികം ഇല്ല, പഠിക്കാൻ ഒരു എന്താ പറയാ മിഡിൽ ഇതിലായിരുന്നു. എത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഈ പഠിച്ച അന്നത്തെ എന്തെങ്കിലും സാധനം ഓർമ്മയിലുണ്ടോ? ചില പദ്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അത് പക്ഷെ കുറെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, വ്യത്യാസം ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരും. ഒന്ന് പറയാം. അത് 10th പോയത് അപ്പീൽ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കുറെ വാക്കുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. എത്ര വർഷമായില്ലേ എല്ലാവരും ക്ഷമിക്കും കേട്ട് തെറ്റിക്കഴിഞ്ഞാൽ. ഞങ്ങൾ ലിഫ്റ്റിന്റെ അവിടെ നിന്ന് പാടി അധികം കേട്ടിട്ട് അതാണ് ചോദിച്ചത്. എന്തൊക്കെയോ ഇംഗ്ലീഷ് പറഞ്ഞപ്പോ സൗകര്യമൊക്കെ ഇംഗ്ലീഷ് പോയെടുത്ത ശാന്തിനെ മറിച്ചടിക്കാൻ എനിക്ക് 10ാം ക്ലാസ്സിലെ പദ്യം അല്ലാണ്ട് പറ്റില്ല. അത് എന്താ മറ്റേ Does the road wind appeal all the years to the very end? Will the days change of the whole long day from more to night, my friend? But is therefore night a resting place? You cannot miss that. A roof for darkness begin, may not the darkness hide it from my face. അതിൽ കുറേ അടിപൊളി. അന്ന് പഠിക്കാനപ്പോ ഈ പദ്യം പഠിക്കാനുള്ള അതെന്ത് വന്നാലും 5 മാർക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനില്ല. അപ്പൊ അത് കാണാപ്പുറം പഠിച്ചേക്കും. അതുകൊണ്ട് അത് ആണെങ്കിൽ സുഖം. നമുക്ക് ഒരു 15 മാർക്ക് എത്തിക്കാനായിട്ടുള്ള സാധനങ്ങൾ നേരത്തെ പഠിച്ചു വെക്കും. മറ്റേയൊക്കെ കറക്കി കുത്താണല്ലോ. അതുകൊണ്ട് അത് വിടൂലായിരുന്നു. അത് പിന്നെ കുത്തിയിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ പിന്നെ കുറെ നാള് 10ൽ പഠിച്ചുകൊണ്ട് ഓക്കെ. നമുക്ക് കഥയിലേക്ക് ദൂരം വരാം, പ്രാങ്കൂട് ഷാപ്പിലേക്ക് വരാം. നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പില്ലേ, ഇപ്പൊ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ കുറെ പേര് ഒബ്സർവ് ചെയ്യാം. പലരും ഒബ്സർവ് ചെയ്യും. ഒരു പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളായിരിക്കില്ല, എന്നാലും ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഈ ക്യാരക്ടറിന് ബേസിക്കലി അങ്ങനെ ഒരാളുടെ ഒരു മാനറിസത്തിൽ നിന്നുള്ള ഇൻസ്പിറേഷനേക്കാളും ശ്രീരാജിന് ഇതിനൊരു ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു അവന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്സ് ആയിരുന്നു ആക്ച്വലി. അതായത് ഇയാൾ ഷെർലക് ഹോംസിനെ കുറിച്ച് പോലെ ആലോചിക്കുന്ന ഒരാൾ, അയാളുടെ ഭയങ്കര ഫാനായിട്ടുള്ള ഒരു പോലീസുകാരൻ, അതേസമയം ഭയങ്കര ഒരു സിംഗം പോലെ ഭയങ്കര മസ്കുലിൻ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പോലീസുകാരൻ. എന്നാൽ പുള്ളി ബേസിക്കലി അങ്ങനല്ല, പക്ഷെ അങ്ങനെ ആവാൻ ശ്രമിക്കുന്ന ശ്രമമുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡിലും സംസാരത്തിലും ഒക്കെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് പുള്ളിക്ക്, ബോഡി ലാംഗ്വേജിലും ഒക്കെ ആയിട്ടും. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സൃഷ്ടിക്കപ്പെട്ട ക്യാരക്ടറാണ്. അങ്ങനെ ഒരു റിയൽ ലൈഫ് ഒന്നും ഇൻസ്പയർ ചെയ്ത് അങ്ങനല്ല, കുറച്ചുകൂടെ ഫിക്ഷണൽ, കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്.
അപ്പൊ അത് ശ്രീരാജ അപ്പൊ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഫീഡ്ബാക്സ് തന്നുകൊണ്ടേയിരിക്കും. കുറച്ചുകൂടെ ഇപ്പൊ കേസ് ഒരു ഇന്ററോഗേഷൻ ആണെങ്കിൽ പോലും നമ്മളിപ്പോ ഇന്ററോഗേറ്റ് ചെയ്യുമ്പോൾ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണല്ലോ. ഇന്ററോഗേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് കുറെ മാനറിസംസ് ഉണ്ട്, ആലോചിക്കുന്ന രീതികൾക്കും ഇയാൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ഭയങ്കര ഷെർലോക്ക് ഹോംസ് ആണ്, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്നൊക്കെ ഉള്ള വിചാരം ഉള്ളിലുള്ള ഒരു പോലീസുകാരനാണ്. നാർസിസിസ്റ്റ് ആണ് ഈ പറയുന്ന. അപ്പൊ അങ്ങനത്തെ കുറെ ട്രൈറ്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഇന്ററോഗേഷൻ ഇരിക്കുമ്പോഴും അയാളുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ഭയങ്കര ഒരു ഡോമിനൻസ് ഉണ്ട്. എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്, എന്റെ കണ്ണ് കാന്തം പോലെയാണ്, എല്ലാം ഒപ്പിയെടുക്കും എന്നൊക്കെ പറയണ പോലത്തെ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. അപ്പൊ ഇതെല്ലാം ശ്രീരാജന്റെ ഒരു ഫീഡ്ബാക്സിൽ നിന്ന് വരുന്ന ഒരു ട്രൈറ്റുകളായിരുന്നു. അത് ആ പ്രേമത്തിന്റെ സീനൊക്കെ കാണിക്കുന്നത് അത് നല്ല കയ്യടിയായിരുന്നു തിയേറ്ററിൽ ആ ടൈമിൽ. ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ കയറിയതാണ്. അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ കോമഡികൾ, ഇതില് കോമഡിയാണ്. ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ ഇതിലൊരു പ്രധാന നടൻ മരിക്കുന്ന സീനിൽ വരെ കോമഡി ആയിരുന്നു, അവിടെയും കയ്യടിയായിരുന്നു. ആ സീനൊക്കെ ശരിക്ക് ഇപ്പൊ പ്ലാനിലുള്ള ഇപ്പൊ അത് വർക്ക് ആവുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന അത് വായിക്കുമ്പോഴും അവര് പറയാൻ നേരത്തെ ചിരി വന്നിട്ടുണ്ട്. പിന്നെ ആ സിറ്റുവേഷനിൽ അത് പറയണമെന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അത് അങ്ങനെയാണ് ശ്രീരാജന്റെ സ്റ്റൈല്. അത് നല്ലതല്ലേ, കാരണം സത്യം നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള ശ്രീരാജ് മൊത്തത്തിൽ അതിനെ എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ഹ്യൂമറും മിക്ക കാര്യത്തിലും അതിനൊരു വ്യത്യാസമായിട്ടൊരു കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യുമ്പോൾ തന്നെ ചിരി വന്നായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനുമാണല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ. നമുക്കവിടെ കൺഫ്യൂഷൻ ആവും, ഇത് ചിരിക്കണോ അല്ലെങ്കിൽ തിയേറ്ററിൽ വർക്ക് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം. കാരണം ശ്രീരാജ് ഉദ്ദേശം എന്താണ് അത് കറക്റ്റായിട്ട് തന്നെ ഓഡിയൻസിനെ കിട്ടിയത് അടിപൊളിയായിരുന്നു. അതെ. അതുപോലെ അതിലൊരു ചേസ് സീനില്, ആ ചേസ് സീനില് ഇപ്പൊ സൗബിക്കയുടെ ചേസ് സീൻ അത് എടുത്തേക്കുന്ന നല്ല രസമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിലും എനിക്ക് തോന്നുന്നു ഒരു 80% സൗബിക്ക തന്നെയല്ലേ വണ്ടി ഓടിക്കുന്നത്, ഫുള്ള് ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. ആ സീനിൽ ആ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? വണ്ടിയൊക്കെ തൊട്ട് പുറകെ ബൈക്ക് പരിപാടി ഇഷ്ടമായതുകൊണ്ട് പണ്ട് മുതലേ ബൈക്ക് താല്പര്യമുള്ള ആളാണ്. പിന്നെ ഇതില് ഷൈജ് പറഞ്ഞ് ശ്രീരാജൻ പറഞ്ഞ് അമ്പുക്ക് അനുഭവിച്ച് വേണമെന്നില്ല കേട്ടോ, അല്ലാത്ത പോർഷനിൽ വേണമെങ്കിൽ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, സ്കൂട്ടിയും പിന്നെ കറക്റ്റ് ഒരു മിസ്സിംഗ് ഒക്കെ ആണല്ലോ ഓവർ ചെയ്താൽ. പക്ഷെ അതിൻ്റെ ഒരു മേക്കിങ്ങിലാണല്ലോ അതിൻ്റെ രസമായിട്ട് ഇതിരിക്കുന്നത്, മൊത്തം നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ ഭയങ്കര രസമായിരുന്നു അതിൻ്റെ സമയത്തോളം എൻ്റെ പ്ലാനിങ് കാര്യങ്ങളും ഓരോ കറക്റ്റ് ഒരു അളവും കാര്യങ്ങളും ഉണ്ട്. വരുമ്പോൾ ഈ ക്യാമറ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു മിസ്സായി പോയി കറങ്ങി വരുമ്പോൾ തന്നെ ഈ പിന്നെ മതിലൊക്കെ പൊളിച്ച് വരുന്ന സീക്വൻസ് ഒക്കെ ആണെങ്കിലും എവിടെ എത്തും ഞാൻ ബാക്കിലെത്താറായോ ഇല്ലേ പൊട്ടിച്ച് കല്ലിങ്ങനെ വരുമെന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അത് കേട്ട് നിർത്താണ്ട് പോണേ ഉള്ളൂ, വണ്ടി അപ്പുറത്ത് കൂടി വരുന്നൊക്കെ കറങ്ങി വരുന്നത്. അതും കറക്റ്റ് ടൈമിങ്ങിലെല്ലാം വരണ്ടേ. അത് റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. കുറച്ച് റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അല്ലാണ്ട് പറ്റില്ലല്ലോ. അതങ്ങനെ റിസ്ക് ആണത്. നമ്മള് ഒരു എന്തോ ഒരു ഇതിന് പുറത്തങ്ങോട്ട് ചെയ്തു പോയതാണ്. ശരിക്കും അത് റിസ്ക് ആയിട്ടുള്ള നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഒരു തരത്തിൽ. അതെ തീർച്ചയായും. ഇത് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ പറയാൻ കാരണം ഇത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല രസമാണ്, കാര്യം ശരിക്കും ഭീകരത ഉള്ളൊരു പരിപാടിയാണല്ലോ. അതെ. അതുപോലെ ആ സിംഗിൾ ഷോട്ട് ആ ഫൈറ്റ് സീനും അതും ഗംഭീരമായിട്ട് ഇപ്പൊ കളരിയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞപ്പോ ഏകദേശം മനസ്സിലായിരുന്നു. അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയുണ്ടായിരുന്നു? അത് കളരി പഠിച്ചുകൊണ്ട് നമുക്ക് കളരിയുടെ ഒരു സംഭവം അതിൽ ചെയ്യാൻ പറ്റില്ല. മുന്നേ ചെയ്തിട്ടുള്ള ഒരു പരിപാടികളൊന്നുമില്ല. അത് പഠിച്ചത് കൊണ്ട് നമുക്കുള്ള ടൈമിങ്ങിന് ചിലപ്പോൾ കുറച്ചുകൂടി ഗുണം ചെയ്തിട്ടുണ്ടാവും, ചെയ്യുന്ന ടൈമിങ്ങിന്. കാരണം ഇത് ഒക്കെ ഒരു ഒരു നാടൻ തല്ല് പോലെ ആയിരിക്കണം. മുന്നേ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ ആവാനും പാടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഒരു 2 ദിവസം അതിൻ്റെ ഒരു റിഹേഴ്സൽ പരിപാടി ഉണ്ടായിരുന്നു. കാരണം ഈ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മളൊരു കൊറിയോഗ്രാഫ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെ. അപ്പൊ അത് കൊണ്ട് അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ കിട്ടുന്ന ആ ഒരു ചെറിയൊരു സ്പേസും കുറവാണ്. ആ ചെറിയൊരു സ്പേസാണ് തീർച്ചയായും കറക്റ്റായിട്ട് ചെയ്ത് പോയിട്ടില്ലെങ്കിലും കുറെ ഒറിജിനൽ പിക്സ് ഉണ്ട്, പിന്നെ ആർട്ടിന്റെ ഉണ്ട്. ഒന്ന് പൊളിഞ്ഞ വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു പ്രശ്നമുണ്ടാവും. അപ്പൊ അതെല്ലാം നോക്കി കണ്ടു കറക്റ്റായിട്ട് ചെയ്യാറില്ല. മാസ്റ്റർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഇതിന്റെ ടീം നല്ല കട്ടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ സപ്പോർട്ടാണ്. ഇപ്പൊ ക്യാമറയുടെ ബാക്കിലുള്ള ഒരുപാട് ആൾക്കാർ അതിലിപ്പോ ബൈക്ക് ചേസിന്റെ സീക്വൻസ് ആണെങ്കിലും നമ്മൾ മാത്രം കറക്റ്റായിട്ട് കാര്യമില്ല. ബാക്കിൽ ഓടിക്കുന്ന സ്കൂൾ ബസ് ഓടിക്കുന്ന ഒരു പക്ക എല്ലാവരും കറക്റ്റ് ആയിരിക്കണം. ക്യാമറമാൻ ഇരിക്കുന്ന ആ സ്കൂട്ടർ ഓടിക്കുന്ന അയാളൊരു ഫ്രണ്ടിലോട്ട് മാത്രമല്ല മിറർ നോക്കിയിട്ടാണ് ഇവർ എത്തിയില്ല എന്നുള്ളതും, ഫ്രണ്ടിലിരിക്കുന്ന ആൾ കറക്റ്റായിട്ട് എൻ്റെ പുറകിൽ ചവിട്ടി ഇങ്ങനെ പോകണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത് വന്നാൽ ഭയങ്കരമായിട്ട് പ്രോബ്ലം. എല്ലാവരും ഭയങ്കര കറക്റ്റായിട്ടുള്ള ഒരു സിംഗിളായിരിക്കണം, എന്നാൽ മാത്രം നമുക്ക് അങ്ങനെ
ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ ലാസ്റ്റ് ഇങ്ങനെ തെറിച്ചു പോകുന്ന ഞാനല്ലോ കേട്ടോ. ബാക്കി താഴത്തേക്ക് അത് ബാക്കി ഷൂട്ട് ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞു. പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഷെഡ്യൂൾ പാക്കപ്പ് ഒക്കെ അല്ലേ. പക്ഷെ അത് ചെയ്ത ആളാണെങ്കിൽ റോപ്പില്ലാണ്ട് തന്നെയാ ചെയ്തിരിക്കുന്നത്. അത് സമ്മതിക്കണം. പേരറിയാവോ? പേര് എന്താ ഗണേഷ് അങ്ങനെ എന്തോ ആണ്. സ്ഥിരം ചെയ്യുന്ന ശരവണാണ് ഗണേഷ് എന്ന് എനിക്കില്ല. അങ്ങനെ എന്തോ ഒരു പേരാണ്. അങ്ങനെ റിസ്ക് എടുക്കാനൊക്കെ തയ്യാറാണോ? പാലത്തിന്റെ മേലെ നിന്ന് ചാടിയ സൗഭിക തന്നെയാണ്. പാലത്തിന്റെ മേലെ നിന്ന് ബാക്കോട്ട് ചാടുന്നില്ലേ? ചെയിനൊക്കെ ഇട്ടിട്ട് അത് സിംഗിൾ ഞാൻ തന്നെ വെള്ളത്തിലോട്ടിട്ട് വെള്ളം വരെ ചാടി. മുക്കിയ ഉടനെ തന്നെ, കാരണം ഇത് ഫുൾ ചങ്ങലൊക്കെ ചെറിയ മനസ്സിലൊരു പേടിയുണ്ട്. വെള്ളത്തില് പോയിക്കാണ്ട് എന്തെങ്കിലും ഇതാവുന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് അഴിക്കാനും പറ്റില്ലല്ലോ, തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഉള്ളിലൊരു ഭയങ്കര ഒരു ബലം ഉണ്ടാകും. വെള്ളം വീഴാൻ നേരത്തെ തന്നെ വെള്ളം എത്തിയോ എന്നുള്ള മനസ്സിൽ വീണുടനെ തന്നെ അവര് പൊക്കി. പക്ഷെ ഒന്ന് മുങ്ങിയായിരുന്നല്ലേ ശരിക്കും? അത് മറ്റേ ശരിക്കും ആഴമുള്ള പുഴ തന്നെയല്ലേ അത്? വലിയ റിയൽ പാലത്തിന്റെ മുകളിൽ റിയൽ പാലത്തിന്റെ മേലെ തന്നെയാണ്. പക്ഷെ റോപ്പിട്ടുണ്ടായിരുന്നു. റോപ്പുണ്ട് കേട്ടോ. റോപ്പിൽ ഞാൻ മുങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിന്റെ ഒഴുകി പിന്നെ ചങ്ങലൊക്കെ ആയിട്ട് സൗദിനെ ചെയിനിന്റെ മാജിക്ക് പൊളിഞ്ഞു. റോപ്പുണ്ട്. റോപ്പില്ലാതെ ഞാൻ ധൈര്യത്തോടെ എങ്ങനെയാണ് തിരിച്ചു അത് പിന്നെ മലർന്നായിരുന്നത്. അല്ല തിരിച്ചു പോകണോണ്ട് ഇത് എത്താറായോ എന്നുള്ളൊരു സംഭവം കൂടി. മറ്റേ നമുക്ക് ആണല്ലോ എത്തിയിട്ടുള്ളത്. ഇത് മനസ്സിലാവണമില്ല. ചങ്ങലയും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായാലും കൈയിട്ടുണ്ട് ചത്തുന്ന് ഉറപ്പായിരിക്കും റോപ്പില്ലെങ്കിൽ. അത് അറിയുന്നില്ല ചാവാനായി. ഇതിപ്പോ അറിയത്തല്ലേ പൊട്ടിക്കാൻ പറ്റുമോ ചോദിക്കാണ്ട്. കുറച്ച് ഇതുണ്ടെന്ന് ഞാൻ ഏടാ റോപ്പ് കുഴപ്പമില്ലല്ലോ. അല്ല അവിടെ താഴത്തൊക്കെ അതൊക്കെ ഉണ്ട്. വഞ്ചിയിലും ഫുൾ ടീമുകളൊക്കെ പാലത്തിന്റെ അടിയിൽ. ഡയറക്ടറും പറഞ്ഞായിരുന്നു കുഴപ്പമില്ല ഞാൻ ചാടിക്കോളാം. എല്ലാവർക്കും വലിയ പ്രശ്നം. അതെന്റെ പടത്തിൽ ആ ഷോട്ട് പറഞ്ഞു. അവര് മനഃപൂർവ്വം അങ്ങനെ അത്രയും റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. റോപ്പ് ഉണ്ടെങ്കിലും എനിക്ക് പേടിയാ കുറച്ചൊക്കെ. പിന്നെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അത് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ചെയ്യും. നമ്മുടെ ജോലിയാണല്ലോ. എനിക്ക് ശരിക്കും പേടിയായിപ്പോ. ഞാൻ ജമ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് ഹൈറ്റ് പേടിയുള്ള ആളായിരുന്നു. പക്ഷെ ഇത് വേണം എന്നുള്ളൊരു സ്ത്രീ പറഞ്ഞ് ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കുന്ന ഇപ്പൊ തന്നെ എന്തോ ഒരു എസ് പറയുകയും ചെയ്ത് അതാണെങ്കിൽ ഷോട്ട് എടുക്കുകയും ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ പക്ഷെ ഉള്ളിൽ നല്ല നെഞ്ചിട്ടപ്പോ ഒരു പ്രാവശ്യം ചാടി കഴിഞ്ഞപ്പോ ഒരു ടേക്ക് കൂടി പോകാൻ ഒന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പോവാം എത്ര വേണമെങ്കിലും. ഓക്കെ പിന്നെ പേടി മാറി. രണ്ട് ടേക്ക് എടുത്ത് രണ്ടാമത്തെ ടേക്കിലാണ് ഓക്കെ. ആ ടേക്കിൽ കുറച്ച് ഷേപ്പൊക്കെ മാറി. ചെറിയൊരു പേടി അടിച്ച് മറ്റേ ചിരിച്ചു പോകാൻ അതെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് മാജിക് ഒന്നുകൂടി പോവാന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ നോക്കിയത് രണ്ടാമത്തെ ചാടി. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ ഇത് എടുത്തേക്കുന്ന റിസ്ക്കും എല്ലാം കൂടി ഈ സിനിമയ്ക്ക് എന്തായാലും അത് ഏറ്റിട്ടുണ്ട്. കാരണം ആൾക്കാർ ഇറങ്ങുന്നവരെല്ലാം നല്ല നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്. ചില സ്ഥലങ്ങളിൽ കണക്ട് ആയില്ല എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും പിന്നീട് ഈ കഥയെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ശരിയാണ്, ഇതിന് അതായിരുന്നു വേണ്ടതെന്നൊക്കെ പലരും നല്ല അഭിപ്രായങ്ങൾ കമന്റിലൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തായാലും സിനിമ നല്ല രീതിയിൽ ഇങ്ങനെ തന്നെ പോട്ടെ. ഇങ്ങനത്തെ പടങ്ങൾ ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ സംഭവം അത് ചെറിയ കാര്യമല്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ ബൈക്ക് ഓടിക്കില്ലേ നന്നായിട്ട്, ആ പാടത്തിൽ കൂടെ ഒക്കെ ആ സ്പീഡിൽ പോകുന്നത് തന്നെ ബെസ്റ്റ് തന്നെയല്ലേ? കൊറേയൊക്കെ അതില് ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. ആ പാടത്തിൽ കൂടി പോകുന്നോ വണ്ടി ഇട്ടിട്ട് ഓടുന്നത്? അത് ഞാൻ തന്നെ. അല്ല അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു? അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഴപ്പമില്ല, എല്ലാം പാടല്ലേ, പാടത്തിൽ കൂടെ ഓടിച്ചില്ലല്ലോ. പാടത്തിന്റെ എത്തുമ്പോ തന്നെ ബൈക്ക് ഉണ്ട്. പിന്നെ ഷോർട്സ് ഒക്കെ ആണല്ലോ, കുറച്ച് റിസ്ക് ഉള്ള സാധനം തന്നെയായിരുന്നു. പക്ഷെ എന്നാലും അടിപൊളിയാണ്. അതെ, ഹെൽമെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഇതിന്റെ ശരിക്കും ആർട്ട് ചെയ്തേക്കുന്ന ടീമുകൾ ഇപ്പൊ ആ വീടാണെങ്കിലും എല്ലാം സെറ്റ് ഇട്ടേക്കുന്നത് എല്ലാം നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. അവരുടെ എഫേർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? കാരണം പലരും ചിലപ്പോൾ അതിലേക്ക് എത്തില്ല, സംസാരിക്കില്ല. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്ത് പെട്ടെന്നുള്ളൊരു ഷൂട്ടിങ്ങും ആയിരുന്നു. നമ്മൾ ഡേറ്റിനെ വെച്ചിട്ട് ഈ ഡേറ്റ് ചെയ്യുന്നതായിട്ട് ഗോകുലേട്ടൻ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സെറ്റുമാണത്. പിന്നെ ഈ പടത്തിന്റെ എന്താണ് പടത്തിലെ കഥ, അതിനനുസരിച്ചുള്ള അതിന്റെ അകത്തും ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ആരൊക്കെ എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം. ഷാപ്പിന്റെ അകത്തുള്ള എന്താ പറയുക അതിന്റെ ഡിസൈനാണ് കഥയിലും ഉള്ളത്. പല പല കാര്യത്തിന് അതിൽ ശ്രീരാജും ഗോകുലേട്ടനും എല്ലാവരും കൂടി ഇരുന്നിട്ട് കറക്റ്റായിട്ട് തന്നെ ഒറിജിനൽ ഒരു ഷാപ്പിന്റെ
കുറച്ചും കൂടി വലിപ്പമുള്ള സാധനം ഷൂട്ടിന് വേണ്ടി കുറച്ചൊരു വലിപ്പം കൂട്ടിയിട്ടുണ്ട്. നമ്മളതിൻ്റെ അകത്തിട്ടുണ്ടെങ്കിൽ സെയിം ഷാപ്പ് പോലെ തന്നെയാണ്. പിന്നെ ഈ പ്രാവുകളും അതും സെറ്റ് ഇട്ടേക്കാണ്. പിന്നെ അവിടെയുള്ള പ്രാവുകളാണെങ്കിലും ആദ്യം കൊണ്ടുവന്ന് നിർത്തി അതിനവിടെ ഇണക്കി കഴിഞ്ഞിട്ട് നമ്മൾ തീരുന്നവരെ അത് മുട്ടയിട്ട് വിരിഞ്ഞ് അവിടെ ബ്രീഡായി അത് കുറേ ആയി പ്രാവുകൾ അവരവിടെ സെറ്റായി കറക്റ്റായിട്ട് അവിടെ സെറ്റായി. ആ വന്നിരിക്കുന്നതും അത് പേടിക്കാണ്ടിരുന്നല്ലോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പ്രാവ് രണ്ടെണ്ണം ഇരിക്കുന്നത് പറന്നു വന്നിരിക്കുന്നതും അവരൊന്നും പേടിയൊന്നുമില്ല. കറക്റ്റായിട്ട് കട്ട് പറഞ്ഞാൽ ചിലപ്പോൾ പറന്നു. അടുത്ത 1 more പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ പ്രാവിടെ നോക്കണ്ട കറക്റ്റായിട്ട് വന്നു അല്ലേ. ആ ഷോട്ടിൽ കറക്റ്റായിട്ട് വന്നു നിന്ന്. ഇപ്പൊ നമ്മൾ മനസ്സിലായിട്ടോ കാര്യം. ഇതിന് നമുക്ക് അവിടെ പറയുന്നുണ്ട് പറവയിൽ അഭിനയിച്ച പ്രാവാൻ തോന്നണം. സൗഭാഗ്യം പ്രാവും തമ്മിൽ പിന്നെ വേറൊരു ഞാൻ തന്നെ എനിക്കിത് ഇവിടുത്തെ പ്രാവിനെ പ്രാവുകൂടിൻ്റെ മേളിൽ സെറ്റ് ചെയ്ത് മറ്റേ നെറ്റൊക്കെ ചെയ്ത് അതിനെ ഫുൾ ചിറകിൽ വേണമല്ലോ, മുകളിൽ നിൽക്കണം. അല്ലെങ്കിൽ പറന്നു പോയി കഴിഞ്ഞാൽ 1 week കൊണ്ട് 2 weeks കൊണ്ട് അതിനെ അത് അല്ല നമ്മൾ 1 year നമ്മൾ അതിനെ വളർത്തി ട്രെയിൻ ചെയ്ത് ഈ പിള്ളേരെ കൊണ്ട് തന്നെ കൂട് നമ്മൾ ചാപ്പി നസീബിനെ കൊണ്ട് തന്നെ കൂട് തുറക്കുക അവരായിട്ട് ഞാനും ലിറ്റിലാണെങ്കിലും ഫുൾ ടൈം അവിടെ ഉണ്ടാവും. നമ്മൾ അടുത്തേക്കുന്ന ആൾക്കാരില്ലേ അസിസ്റ്റൻസ് ആണെങ്കിലും അവരൊക്കെയാണ് കൂടുതൽ. അവർക്ക് ഒരു കാഴ്ചപ്പാടും കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വേറെ കുറേ നമ്മൾ പെട്ടെന്ന് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി ലൈറ്റും ക്യാമറ എല്ലാവരും കൂടി ഒരുപാട് നിൽക്കില്ല. നമ്മൾ ക്യാമറ ഡിസൈനുള്ള ഒരു സ്റ്റൈൽ സാധനം പണ്ട് നിർത്തി നേരത്തെ ഈ 1 വർഷം നടക്കുന്ന സമയത്ത് എൻ്റെ അവിടെ വെക്കും സ്റ്റാൻഡും സാധനമൊക്കെ ഇത് കണ്ട് ഒരു പരിചയം വരാൻ വേണ്ടി. പെട്ടെന്ന് അങ്ങനെയുള്ള ലൈറ്റും ഇതൊക്കെ വരുമ്പോൾ പേടിക്കും. അത് ചെയ്തേക്കുന്നത് അല്ലേ ആ കുട്ടികൾ ഒരാളെ കറക്റ്റ് ആയിട്ട് അതും അതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കും ഇത്ര ലൈറ്റ് ഒക്കെ കാണുമ്പോൾ അവര് തന്നെയാണ് പ്രാവിനെ നോക്കിയിരുന്നതും വെള്ളം മാറ്റുന്നതും എല്ലാം ഫോട്ടോ എടുക്കുന്നതും ഫുൾ ടൈം അവരുടെ ഡ്യൂട്ടി അവിടെയായിരുന്നു. അടിപൊളി. നമ്മൾ അതിൻ്റെ ഇടയിൽ ഓരോ സീക്വൻസും നോക്കും. പിന്നെ ഈ 1 വർഷം എനിക്ക് ഏത് പ്രാവായിരിക്കണം ആ ക്യാരക്ടറിന്റെ ലോക്കിന്റെ ആ കൂട്ടിലുള്ള പ്രാവ് ഏതായിരിക്കണം നമുക്ക് അതിന് നോക്കണമല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവ് പോയാൽ മൊത്തത്തില് അതെ സമയമെടുത്തല്ലേ. ഓക്കെ. അതുപോലെ നമ്മൾ ഈ ഒരു പടത്തിലെ ഈ ഒരു ക്യാരക്ടർ നമ്മളൊരു കൂടുതലും ഡയലോഗിലല്ല കണ്ണുകൊണ്ടും ചിരി കൊണ്ടുമാണ് അതിൽ കംപ്ലീറ്റ് ആ ക്യാരക്ടർ കൊണ്ടുപോയേക്കുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടിയാണ് ഡയലോഗ് കൂടി ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഫസ്റ്റ് വന്ന ആ പാട്ട് തന്നെ ആയിക്കോട്ടെ, ആ എൻട്രി സീൻ ആയാലും ഭയങ്കര രസമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആ കഥാപാത്രത്തിലേക്ക് മാറിയത്? താങ്ക് യു. ഐ തിങ്ക് വിഷ്വലി കാണിക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് അതിനോട് കുറച്ചും കൂടി താല്പര്യമുള്ളത്. ഫുൾ ഡയലോഗ്സിനെ കാട്ടും ഡയറക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെയാണ് ആ ലുക്ക് ക്രിയേഷൻ നടന്നതും. അതിൻ്റെ എക്സിക്യൂഷൻ റോണക് ചേട്ടനാണ് അവരുടെ ടീമാണ് ചെയ്തത്. അപ്പോൾ ഡയറക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഫുൾ എനിക്ക് ആ ഡിസ്ക്രിപ്ഷൻ കിട്ടിയിട്ട് പിന്നെ ഐ ജസ്റ്റ് ട്രൈ ടു എൻ്റെ ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അതിനുള്ള സ്പേസും ശ്രീരാജ് തന്നിരുന്നു. ഇപ്പോൾ വിഷ്വലി ഇങ്ങനെയാണെന്ന് ഷൈജൊക്കെയാണ് അത് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. എനിക്ക് ആ ഒരു ശ്രീരാജ് എനിക്ക് ഡിസ്ക്രിപ്ഷൻ തന്നു, ഇങ്ങനെ ഈ ഒരു ഏരിയയിലുള്ളൊരു ലേഡി ആയിരിക്കും, അവരിങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനോട് എനിക്ക് ആ കഥാപാത്രം അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ തോന്നിയത്. എന്നോട് പലപ്പോഴും വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ചെറിയ കോക്കിനെസ് ഉണ്ട് അപ്പം അതുപോലെ ചെയ്യാൻ നോക്കിയതാണ്. ആൾക്ക് എന്താ വേണ്ടത് ആള് കറക്റ്റ് പറഞ്ഞുതരും. പിന്നെ അത് എൻ്റെ ഒരു വേർഷനായിട്ട് ചെയ്യാനാണ് നോക്കിയത്. ഒന്നാമത് ഐ ഫീൽ ലൈക്ക് നമുക്കൊരു സ്പേസ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. സോ ഈ ഫുൾ ടീം അങ്ങനത്തെ ഒരു സ്പേസ് എനിക്ക് തന്നു എന്നുള്ളത് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. മെയിനായിട്ട് ശ്രീരാജ് തന്നെയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഫോർ വട്ട് എവർ റീസൺ ആൾ വിചാരിച്ചത്. ബിക്കോസ് കാണാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പം ആളോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് എന്തുകൊണ്ട് ലൈക്ക് വൈ ചാന്ദിനി ഡബ്ബിങ് ആണെങ്കിലും ശ്രീരാജും അമ്പൊക്കെയാണ് അവർ ലൈക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അത് ഫുള്ളി സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടാണ് വന്നിട്ടുണ്ട് ഓരോ സീക്വൻസ്. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ കുറെ കഥകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞേക്കുന്നുണ്ട്. അതിൽ എമ്പുരാന്റെ ഒരു പോസ്റ്ററിൽ അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നത് ബേസിലായിട്ടാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നത്. സത്യമാണോ? അല്ലല്ല, ഞാനല്ല. ഒരുപാട് കമന്റിൽ കൂടി എല്ലാം വന്നിട്ട് ആ പോസ്റ്റർ ഉണ്ടായിരുന്നു ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞേക്കുന്നത്. അതിൽ പലരും പറഞ്ഞു ഇത് ഒരു സംശയമില്ല, ഇത് ബേസിൽ ബ്രോ തന്നെ. പലരും ഇട്ടിട്ടുണ്ട്. അല്ല അങ്ങനെ ഒരു സംഭവമല്ല. ശരിക്കും അങ്ങനത്തെ ഒരു സിനിമ ഒരു എന്താ പറയാ ഒരു നായകവേഷമൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു വലിയൊരു ഇതിലേക്ക് എത്തണമെന്നില്ലേ? അങ്ങനെ ചെയ്യണമെന്നില്ലേ? ട്രൈ ചെയ്യണമെന്നില്ലേ? അങ്ങനൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ നിലവിൽ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ധ്യാൻ അത് കണ്ടിട്ട് പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ തിരിച്ചു നിർത്തിയാൽ പോലെ എന്നിട്ട് ബാക്ക് സൈഡ് കാണിക്കുന്നത് നേരെ മുഖം കാണിച്ചാൽ പോരെ എന്തിനാ ഇത്ര ബിൽഡപ്പ് എന്നൊക്കെ
അത്രയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. എനിക്ക് അല്ലാതെ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും പിന്നെ അതുപോലെ സൗവിക, ഇപ്പൊ രോമാഞ്ചത്തിന്റെ അപ്ഡേഷൻ എന്താണ് പുതിയത്? രോമാഞ്ചം 2 അപ്പൊ എന്തായാലും ബാക്കിയെല്ലാം ഞങ്ങൾ തിയേറ്ററിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അതേപോലെ കുറെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ കാര്യം ഭയങ്കരമായിട്ട് സംസാരത്തിൽ വന്നിട്ടുണ്ട്, ആളുകളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ. എന്തായാലും ഈ ടീമിന് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ആശംസ അറിയിക്കുകയാണ്. ഇതിന്റെ ഒരു സക്സസ് പാർട്ടിയൊക്കെ എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.